അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഇനി ആരും ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ജോയിൻ ചെയ്യാത്തവർക്ക് റെക്കോർഡ് വെർഷൻ കൊടുക്കാം. ഓക്കെ. QC ഉണ്ടായിരുന്നല്ലോ രാവിലെ കോണ്ടാക്ട് ചെയ്തേ, ആരായിരുന്നു പേര് മറന്നു? ദിവ്യ. ദിവ്യ ജോയിൻ ചെയ്തിട്ടില്ലേ? ജോയിൻ ചെയ്തിട്ടില്ലേ? ഒരു സുരാജ്, QC ടീമുകളിലുള്ള എല്ലാരും തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യൂ. ബിജില ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓ, ദിവ്യ ജോയിൻ ചെയ്തിട്ടില്ല. ഞാൻ ഒന്ന് മെസ്സേജ് ചെയ്ത് നോക്കട്ടെ, വിളിച്ചു നോക്കട്ടെ. ഓക്കെ. ഹലോ, മീറ്റിംഗിൽ ജോയിൻ ചെയ്തില്ലേ? നിങ്ങളുടെ വെയിറ്റ് ചെയ്യുവാണ്, കാരണം പ്രൂഫേഴ്സ് മസ്റ്റായിട്ട് വേണം. ചെയ്തതാണ്. വൈറ്റ് കളറിലോ? അല്ലല്ല, ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് രണ്ടാമത് ജോയിൻ ചെയ്യുമോ? ഓക്കെ. സ്റ്റാർട്ട് ചെയ്തോളൂ. സാജൻ സാർ സ്റ്റാർട്ട് ചെയ്യാം. ദിവ്യ ജോയിൻ ചെയ്തിട്ടുണ്ട്. ദിവ്യ രാവിലെ ചോദിച്ച സ്റ്റാർട്ട് ചെയ്തോട്ടോ. ഓക്കെ. അപ്പം ദിവ്യ രാവിലെ എന്നോട് ചോദിച്ചില്ലേ കുറച്ച് ഇതൊക്കെ എന്താ, അതൊന്നുകൂടെ പറയാമോ? ഇതൊക്കെ എന്താണെന്ന് MGസിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന, മീൻസ് ഫസ്റ്റ് ലെവൽ യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വരുന്ന കുഴപ്പങ്ങൾ. ഹലോ, ആള് എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. ഡിസ്കണക്ട് ചെയ്ത് വീണ്ടും ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടെ ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. ഹലോ ഹലോ, ദിവ്യ കേൾക്കുന്നുണ്ടോ? സിറാജ് പറഞ്ഞോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്. ഇപ്പോൾ സാറ് പറയുന്നത് ജനറലി ഫയൽസിൽ കാണുന്ന ഇഷ്യൂസ് ഒന്ന് ഇവിടെ മെൻഷൻ ചെയ്യാനാണ്. മെൻഷൻ ചെയ്യാൻ പറ്റുമോ പറയാൻ? അത് കുറെ ഇഷ്യൂസ് ഉണ്ട്. അതിൽ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് സെഗ്മെന്റേഷനിൽ വരുന്ന ഇഷ്യൂസ് ആണ്. സെഗ്മെന്റേഷൻ ഒരു വളരെയധികമാണ് ഓവർലാപ്പ് ആയി പോകുന്നത്. അതായത് 4-5 സെഗ്മെന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർലാപ്പ് ചെയ്ത് പോവാണ്. അതും കുറച്ച് അധിക ദൂരമാണ് ഓവർലാപ്പ് ചെയ്ത് പോയിരിക്കുന്നത്.
അപ്പോ ചില ഫയലൊക്കെ നമ്മൾ എൻഡിൽ ചെന്നിട്ടാണ് തിരിച്ച് ഇങ്ങോട്ട് സെഗ്മെന്റേഷൻ ഇങ്ങോട്ട് തന്നെ തിരിച്ച് റീഅറേഞ്ച് ചെയ്യേണ്ടി വരുന്നത്. അങ്ങനത്തെ 2-3 ഫയൽ എനിക്ക് വന്നു. പിന്നെ സെക്കൻഡ് എന്താ വെച്ചാൽ സെഗ്മെന്റേഷനിൽ വരുന്ന ടൈമിങ്, അതായത് കറക്റ്റ് 30 സെക്കൻഡ്സ് വെച്ച് കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ കണ്ടിന്യൂസ് സ്പീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും സ്പീക്കർ. അപ്പോൾ ആ സമയത്ത് നമ്മള് എന്താ പറയാ 30 സെക്കൻഡ്സ് വെച്ചിട്ട് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3-4 സെഗ്മെന്റേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ 30 സെക്കൻഡ്സിന്റെ മുകളിലേക്ക് പോവുകയാണ് സെഗ്മെന്റ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ എവിടെയും സ്ഥലമില്ല. പിന്നെ നമ്മൾ ഫുൾ ഫയല് ആദ്യം മുതൽ ചെയ്ത് വരേണ്ടി വരും. അങ്ങനത്തെ കേസ് വരുന്നുണ്ട്. അപ്പൊ സെഗ്മെന്റേഷൻ കറക്റ്റ് 30 സെക്കൻഡ്സ് വെച്ചിട്ട് കട്ട് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് സെഗ്മെന്റ് റീഅറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കണം. ഒരു 25-28 സെക്കൻഡിലൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലതല്ലേ? അതെ, അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം കറക്റ്റ് 30 വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധിമുട്ട് കുറെ എണ്ണത്തിൽ കണ്ടു. ഇപ്പൊ ഇന്നലെ എനിക്ക് വന്ന ഫയലിൽ ഒന്നും ചെയ്യാണ്ടായിരുന്നില്ല, കാരണം എല്ലാ ഫയലും 30. അപ്പൊ എന്താ വെച്ചാൽ കുറെ സെഗ്മെന്റ് ഒക്കെ 30 സെക്കൻഡിന്റെ മുകളിലേക്ക് പോയി. ഒന്നും ചെയ്യാൻ വയ്യ, പിന്നെന്ത് ചെയ്യാന്. അപ്പോ അങ്ങനത്തെ വരുന്നുണ്ട്. പിന്നെ ടൈപ്പിംഗ് എറർ. ഇപ്പൊ ഇന്ന് റിജക്റ്റ് ആയി എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് തോന്നുന്നത് അവർ അന്ന് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ തന്നിരിക്കുന്ന ഇത് അങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. മേ ബി അത് ടൈപ്പ് ചെയ്തുകൊണ്ട് വന്ന എറർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ടാഗുകൾ നമ്മൾ ഒരിക്കലും ടൈപ്പ് ചെയ്യാൻ പാടില്ല, കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. പിന്നെയുള്ള എറർ എന്ന് പറഞ്ഞാൽ ടൈപ്പിംഗ് എററുകൾ. അതായത് ജസ്റ്റ് മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരുന്ന എററുകൾ ഉണ്ടല്ലോ, കറക്റ്റ് അല്ല. പ്രോപ്പർ മലയാളം, അതായത് ചില വേർഡുകളൊക്കെ മാറിപ്പോകുന്നുണ്ട് ടൈപ്പ് ചെയ്യുമ്പോൾ, അക്ഷരങ്ങളൊക്കെ മാറിപ്പോകുന്നുണ്ട്. അക്ഷരങ്ങൾ മാറുന്നുണ്ട്. അതായത് ഇപ്പൊ എന്റെ എക്സാമ്പിൾ പറയപ്പോ ഞാൻ 1-2 എന്റെ എന്നുള്ളത് എല്ലാവരും തെറ്റിയിട്ടാണ് എഴുതുന്നത്. വളരെ കുറച്ച് ആൾക്കാരെ, കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളത്തില് എന്ന് പറഞ്ഞ വേർഡ് കുറേ വരുന്നുണ്ട്. അപ്പൊ അത് വരുന്നോടത്തിലൊക്കെ എന്നാണ് എല്ലാവരും ടൈപ്പ് ചെയ്യും. മിക്കവാറും ആൾക്കാർ അങ്ങനെ ടൈപ്പ് ചെയ്യണം. പ്രിപ്പോസിഷൻസ് മിസ്സിങ് വരുന്നതുണ്ട്. പിന്നെ സ്പേസ് സിംഗിൾ സ്പേസേ കൊടുക്കാൻ പാടുള്ളൂ. അത് മിക്കവാറും ചിലയിടത്തിലൊക്കെ കുറെ സ്പേസ് അധികം പോയിട്ടുണ്ട്. പിന്നെ സെഗ്മെന്റ് നിർത്തുന്ന സമയത്ത് എവിടെയാണോ ടൈപ്പ് ചെയ്ത് നിർത്തുന്നത്, ഇനി അഥവാ ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ആ ഫുൾ സ്റ്റോപ്പ് വരെ പാടുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നൊന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ താഴത്തേക്ക് കുറെ എൻട്ര അടിച്ചിട്ട് പോവാൻ പാടില്ല, സ്പേസ്, അങ്ങനത്തെ എററുകള്. പിന്നെ വരുന്നത് ഇത്രയൊക്കെയാണ്. ഇതിൽ ബിജിലുണ്ടോ? ബിജിലയുടെ അടുത്ത് വേറെ ഏതൊക്കെയോ അതെ ഞാനുണ്ട്. മെയിൻ ആയിട്ട് ഈ സെഗ്മെന്റേഷനിൽ വരുന്ന ഈ സെഗ്മെന്റ്സ് എല്ലാം ഡിസോർഡർ ആയി കിടക്കുന്നതാണ് മെയിൻ ഇഷ്യൂ കാണുന്നത്. ഇതിൽ നമുക്ക് സെഗ്മെന്റ്സ് ചെയ്തിട്ട് ലോക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പലർക്കും അറിയില്ല. അതങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ ഇത് റീഅറേഞ്ച് ആയി പോകുന്ന ആ ഒരു ഇഷ്യൂ മേ ബി പരിഹരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്താണെന്ന് വെച്ചാല് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് കണ്ടിന്യൂസ് ഒരു 1 മേലെ 1 മിനിറ്റിന്റെ മേലെയുള്ള ഫയലാകുമ്പോൾ നമുക്ക് മനസ്സിലായില്ല. സോറി, ലേബിളില് ഇത് MTSന്റെ വിക്ടർ സാറാ? ഹലോ. ഹായ് സർ. ഹലോ. ആള് മ്യൂട്ടിലാണല്ലോ. സാറെന്തോ പറയാൻ വന്നോ? ഓക്കെ, സോ இப்போ கிளையண்ட் நமக்கு சில ஃபைல்ஸ் ஷேர் செஞ்சிருக்கு, எந்தெந்த ஃபைல்ல டாக் இஷ்யூ ആണ്. ஓகே, ஓகே, மலையாளம் 139, 140, 141, 143, 144 இதுல எல்லாத்துலயுமே ടാഗിംഗ്ல സിംഗിൾ സ്ക്വയർ ബ്രാക്കറ്റ് மட்டுமே. ഓക്കേ, അതൊക്കെ മാനുവൽ ടൈപ്പ് ചെയ്തുകൊണ്ട് വന്നതായിരിക്കും. അല്ല, മാനുവൽ അല്ല, അത് കോപ്പി பண்ணும்போது സി
காப்பி பண்ணும்போது என்ன பண்ணியிருக்கோம்னா இப்படி சிங்கிள் இதை ஒன்று காப்பி பண்ணியிருக்கோம், ரைட்? இப்படி காப்பி பண்ணியிருக்கோம், இந்த மாதிரி காப்பி பண்ணியிருக்கோம். இதில் சிங்கிள் செலக்ட் ஆயிருக்கும், இதில் சிங்கிள் ஸ்கொயர் ப்ராக்கெட் காப்பி ஆயிருக்கும். இதில் காப்பி பண்ணி இப்படி போடும்போது நமக்கு அங்கே சிங்கிள் ஸ்கொயர் ப்ராக்கெட் தான் வரும். இந்த மாதிரி போட்டிருக்கோம். நேற்று நான் உங்களுக்கு ஷேர் பண்ண அந்த கம்ப்ளீட் செலக்ட் செய்து காணணும். ஐ மீன் கம்ப்ளீட் செலக்ட் பண்ணணும். ஓகே, ஸோ நான் உங்களுக்கு ஷேர் பண்ணதுல பார்த்தீங்க அப்படின்னா ஸோ டேகிங் எல்லாமே கரெக்ட், பட் அவங்க காப்பி பண்ணது இந்த மாதிரி சிங்கிள் ஸ்கொயர் ப்ராக்கெட் மட்டும்தான், மற்றபடி எல்லாமே கரெக்ட். ஓகே ஓகே ஓகே, ஸோ காப்பி இது காப்பி பண்ணும்போது அவங்களுக்கு தெரியாமல் பண்ணது, இது எந்த ஃபைல்னு எனக்கு தெரியல. ஸோ ക്ലയന്റ് ഷെയർ பண்ணதுல 139 140 142 இதெல்லாம் யார் பண்ணது? സെയിം ഈ ഒരു സെയിം ഇഷ്യൂ ആണോ ഈ ഫയലിലൊക്കെ ഉള്ളത്? ടാഗിങ് ഇഷ്യൂ ആണ്. ഓക്കേ, വേറെ ടൈപ്പിംഗ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, അതൊന്നും പറയില്ല. அவங்க ஜஸ்ட் இப்போ நமக்கு மேல உள்ள கிளைண்ட் என்ன செக் பண்ணனும்னா செக்மெண்டேஷன் கரெக்ட்டா இருக்கா, டாகிங் கரெக்ட்டா இருக்கா. சோ அவங்களுக்கு மலையாளம் தெரியாது. ஐ திங்க் இஸ் അങ്ങനെ. ஓகே, அவங்க சைடுல அந்த டாகிங் അതൊന്നും പറഞ്ഞില്ല. ഇല്ല, അതൊന്നും പറഞ്ഞില്ല. സ്റ്റാർട്ടിംഗ്ல പറഞ്ഞു அந்த പ്രൊനൗൺസിയേഷൻல അത് നമുക്ക് ഒരു സെക്കൻഡ് ബ്രോ, അതായത് അത് നമുക്ക് നെക്സ്റ്റ് ലെവല് അവർ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കും നമുക്ക് അതിന്റെ ഫീഡ്ബാക്ക് കിട്ടുന്നത്. ഇത് ജസ്റ്റ് അവരുടെ ഇനിഷ്യൽ റൗണ്ട് ആണ്. ഇനിയിപ്പോൾ അവരുടെ ക്യൂസീസും അതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് വരും. ഇത് ജസ്റ്റ് അവരുടെ ഫസ്റ്റ് റിവ്യൂ വെച്ചിട്ടാണ്. അതേപോലെ സാർ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. അതായത് നമ്മൾ ഈ ടാഗ് യൂസ് ചെയ്യുമ്പം ഒരു വേർഡ് രണ്ട് വേർഡിന്റെ ഇടയ്ക്കാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു സ്പേസ് ഇട്ടിട്ടല്ലേ നമ്മൾ ഈ ടാഗ് യൂസ് ചെയ്യേണ്ടത്? സ്പേസ് വേണം, സ്പേസ് കൊടുക്കണം. അത് പലരും ചെയ്യുന്നില്ല. ടാഗ് യൂസ് ചെയ്യുമ്പോൾ ആഫ്റ്ററും കൊടുക്കണം അല്ലേ? വേർഡ് ബൈ വേർഡ് ഗ്യാപ്പ് കൊടുക്കണം. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഈ ഓക്കെ അതേപോലെ ഈ ടാഗ് കൊടുക്കുമ്പോൾ ഫ്രണ്ടിലെയും ബാക്കിലെയും ഗ്യാപ്പ് കൊടുക്കണം, ഒരു സിംഗിൾ സ്പേസ് കൊടുക്കണം. ഓക്കെ, അതേപോലെ പങ്ക്ച്വേഷൻ മാർക്ക് കഴിഞ്ഞാൽ, അതായത് ക്വസ്റ്റ്യൻ മാർക്കും ഫുൾ സ്റ്റോപ്പും കഴിഞ്ഞാലും സ്പേസ് വേണം, പക്ഷെ ആരും അത് ചെയ്യുന്നില്ല. അത് ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് ആണെങ്കിൽ വേണ്ടല്ലോ. നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നെക്സ്റ്റ് വേർഡ് തുടങ്ങുമ്പോൾ ഒരു സ്പേസ് വേണമല്ലോ. അതുപോലെ സെഗ്മെന്റ് അവസാനിക്കുന്ന സമയത്ത് ഒരു സ്പേസ് കഴിഞ്ഞ് പിന്നെ സ്പേസ് കുറച്ച്, അതായത് കഴ്സർ കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്തിട്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോകുന്നതും എറർ ആണ് എന്നാണ്. അങ്ങനെ ഉണ്ടോ സാർ? വിക്ടർ സാറിനോടാണ് ചോദിക്കുന്നത്. ഒന്ന് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒരു ടൈം റിപ്പീറ്റ് சொல்லுங்க. അത് ഒരു സെഗ്മെന്റ് എൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇപ്പൊ ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ ഫുൾ സ്റ്റോപ്പിന്റെ അവിടെ തന്നെ കഴ്സർ നിക്കണം, എൻ്റർ ചെയ്ത് പോവാൻ പാടില്ല. എൻ്റർ ബട്ടൺ അടിച്ചിട്ട് താഴത്തേക്ക് പോവാൻ പാടില്ല. എൻ്റർ കൊടുക്കുക, നോ എൻ്റർ നോ സ്പേസ്. ആഡ് കൊടുക്കണം, നോ സ്പേസ് നോ എൻ്റർ. அந்த സെന്റൻസ് കംപ്ലീറ്റ് ആണ് നമ്മൾ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുത്ത് ആഡ് കൊടുക്കണം. അത്രയും കൊടുത്താൽ മതി. അത് എക്സ്ട്രാ സ്പേസ് വരാൻ പാടില്ല. നോ എക്സ്ട്രാ സ്പേസ് നോ എൻ്റർ, നോ എക്സ്ട്രാ സ്പേസ് നോ എൻ്റർ. അതെ, അതും കുറെ എററുകൾ വന്നിട്ടുണ്ട്. പിന്നെ ആക്സിഡന്റലി സ്മോൾ സെഗ്മെന്റ്സ് ക്രിയേറ്റ് ആയി പോകുന്ന എറേഴ്സ് പ്രത്യേകിച്ചും പുതിയ ആൾക്കാരുടെ അടുത്ത് വരുന്നുണ്ട് അല്ലേ? ഇല്ല, അത് കുഴപ്പമില്ല. മിനിമം നമുക്ക് 2 seconds 3 seconds സെഗ്മെന്റ് பண்ணலாம். സോ മാക്സിമം ഒരു 15 seconds വെച്ചുക്കോங்க ഇനിമേൽ വர ഫയലിൽ. അതല്ല പിന്നെ പ്രൊവൈഡ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ എന്താണ് ബോക്സസ് എന്നോ അങ്ങനെ എന്തോ ഒരു എറർ ഇനീഷ്യലി ചെയ്യുന്ന പുതിയ ആൾക്കാരുടെ അടുത്ത് നിന്ന് പലരുടെ കയ്യിൽ നിന്നും അങ്ങനെ എറേഴ്സ് വരുന്ന കണ്ടിട്ടുണ്ട്. അതായത് ആക്സിഡന്റലി കഴ്സർ മൂവ് ചെയ്യുമ്പോൾ ചെറിയ സെഗ്മെന്റ്സ്, ബ്ലാങ്ക് സെഗ്മെന്റ്സ് ക്രിയേറ്റ് ആയി പോകും. ആക്ച്വലി അതിലൊന്നും ടൈപ്പ് ചെയ്യാനുണ്ടാവില്ല. അതാ ആക്ച്വലി ആ വരുന്ന സെഗ്മെന്റ് നമ്മൾ വന്ന ഉടനെ തന്നെ ഈ സെഗ്മെന്റ് ചെയ്ത ആൾ അറിയുകയാണെങ്കിൽ അൺഡു ചെയ്താൽ മതി, ആ സെഗ്മെന്റ് പോവും ഓൾറെഡി. പക്ഷെ അത് ആ സമയത്ത് നോട്ട് ചെയ്യാണ്ട് വരുന്നത് കൊണ്ടാണ് ആ സെഗ്മെന്റ് ഓൾറെഡി അവിടെ ക്രിയേറ്റ് ആയി കിടക്കുന്നത്.
പിന്നെ നമ്മൾ ചിലപ്പോ നമ്മൾ ഈ പ്രൂഫ് റീഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ആ സെഗ്മെന്റിന്റെ മുകളിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ മൊത്തം എറർ വരും, ഡിലീറ്റ് ആയി പോവും, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. സെഗ്മെന്റ് ഡിലീറ്റ് ആയി പോവും, അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അത് സെഗ്മെന്റ് ചെയ്യുന്നവരൊന്ന് ശ്രദ്ധിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ കോയിൻസിഡന്റ്ലി അങ്ങനെ എന്തെങ്കിലും സെഗ്മെന്റ് ക്രിയേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അൺഡു ബട്ടൺ ജസ്റ്റ് ഒരു തവണ ഒറ്റ തവണ അൺഡു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ക്രിയേറ്റ് ആയ സെഗ്മെന്റ് പോയിക്കോളും അല്ലേ? അപ്പൊ അങ്ങനെ എക്സ്ട്രാ ക്രിയേറ്റ് ആവുന്ന സെഗ്മെന്റ് ബോൾഡിൽ കാണിക്കും അല്ലേ? അതൊരു സിംഗിൾ ലൈൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഒരു സിംഗിൾ ലൈൻ ആയിട്ട് അത് ബോൾഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. അത് അവർക്ക് മനസ്സിലാവുന്നില്ല അത് എങ്ങനെയാണ് അതൊരു സെഗ്മെന്റ് ആവുന്നത്. സ്ക്രീൻഷോട്ട് എന്തായാലും പിന്നെ ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടേക്കണം. അത് പലർക്കും മനസ്സിലാവുന്നില്ല. അതൊരു 10-15 പേര് എൻ്റെ അടുത്ത് പിന്നെ ഇങ്ങനെ സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്, ഇങ്ങനെ ഒരു എറർ വരുന്നു, എന്താ ഇഷ്യൂ എന്നുള്ളത്. ആക്ച്വലി ഈ സ്മോൾ സെഗ്മെന്റ് ആക്സിഡന്റലി ക്രിയേറ്റ് ആയി പോകുന്നതാണ്. അപ്പം പക്ഷേ സബ്മിറ്റ് ചെയ്യാൻ പറ്റൂല, അവർക്ക് ട്രാൻസ്ക്രൈബ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യാൻ പറ്റൂല. അങ്ങനത്തെ ഒരു എറർ വരുമ്പോൾ ഇനി അതിന്റെ കറക്റ്റ് എങ്ങനെയായിരിക്കും ആ മൈന്യൂട്ട് സെഗ്മെന്റ് എന്നുള്ളതിന്റെ ഒരു സൂം ചെയ്തൊരു സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യണം. അപ്പോഴേ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ബിജിലെ നമ്മൾ ആ ഡൗട്ട് പറഞ്ഞില്ലായിരുന്നു, ഇംഗ്ലീഷ് വരുന്ന സമയത്ത് 15 സെക്കൻഡ്സിന്റെ ഇംഗ്ലീഷ് വേർഡ്സ് വരികയാണെങ്കിൽ നമ്മളത് മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യണം. അതൊന്ന് ക്ലിയർ ചെയ്യോ വിക്രം സാർ? അതായത് നമുക്കിപ്പോ ഒരു 2 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു ഇംഗ്ലീഷിലുള്ള ഓഡിയോ ആണെങ്കിൽ നമ്മളത് ഫുൾ മംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യണോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇല്ല, ഇപ്പോ ക്ലയന്റോட இன்ஸ்ட்ரக்ஷன் பார்த்தீங்கன்னா பர் செக்மெண்ட்ல மோர் தென் 30% வேர்ட்ஸ் வந்தா அப்போ இங்கிலீஷ் வேர்டை மங்கிலீஷில் டைப் பண்ணணும். இப்போ நான் ஒரு சின்ன ட்ரிக் இது வரைக்கும் செஞ்சது ஓகே. ஸோ இதுக்கப்புறம் செய்ய போகிற ஃபைலில் மினிமம் 10 செகண்ட் செக்மெண்ட் போட்டுக்கும். மினிமம் 10 செகண்ட், மோர் தென் 30 செகண்ட் செக்மெண்ட் வேண்டாம். மினிமம் 10 செகண்ட் செக்மெண்ட், மலையாள வேர்டு மலையாளம், இங்கிலீஷ் வேர்டு இங்கிலீஷ். ഇത് ഗ്രൂപ്പിൽ കൊഞ്ചം അപ്ഡേറ്റ് பண்ணிருங்க. സീരിയസ് മനസ്സിലായോ? അതായത് ഏത് സെഗ്മെന്റ് ആണെങ്കിലും നമ്മൾ ആ 30 ലിമിറ്റ് നോക്കാതെ 10ൽ ചെയ്യാനാണ്. 10 സെക്കൻഡ്സ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ ഇംഗ്ലീഷ് വേർഡ് ഇംഗ്ലീഷില്, മലയാളം വേർഡ് മലയാള, നോട്ട് മംഗ്ലീഷ് വേണ്ട ഇതിൽ. അത് ഈ 2 മിനിറ്റ് ഇംഗ്ലീഷ് ഒക്കെ വരുമ്പോൾ മാത്രമാണോ അല്ലെ ജനറലി എല്ലാ ജനറലി എല്ലാ ഫയൽസിലെയുമേ ഇനിമേൽ മിനിമം സെക്കൻഡ്സ് 10 സെക്കൻഡ്സ് സെഗ്മെന്റ്. നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കില്ലേ? സ്ലോ ആവാൻ സാധ്യതയില്ലേ? നമ്മൾ കുറെ അഡീഷണൽ സെഗ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യണ്ടേ? അല്ല, ഇപ്പൊ 30 സെക്കൻഡ്സ് பண்ணும்போது எல்லாத்துக்குமே கன்ஃபியூஸ் ஆகும். எவ்வளவு வேர்ட்ஸ் இருக்குதுன்னு நம்ம செக் பண்ணும்போது அந்த இடத்துல கன்ஃபியூஸ் ஆகும் இல்ல? എനിക്ക് തോന്നുന്നു ഈ പിന്നെ എന്താണ് ഇംഗ്ലീഷ് കൂടുതൽ 2 or 3 മിനിറ്റ്സ് ഇംഗ്ലീഷ് വരുന്ന ഫയൽസ് മാത്രം അങ്ങനെ ചെയ്താൽ മതിയാവില്ലേ? അല്ല സാർ, എനിക്ക് തോന്നുന്നത് ചെറിയ ചെറിയ സെഗ്മെന്റ്സ് ആക്കി ഇടുന്ന നല്ലത്. ലെങ്തി സെഗ്മെന്റ് വേണ്ട, മിനിമം 10 സെക്കൻഡ് സെഗ്മെന്റ്. അതിൽ മലയാളം വേർഡ് ഇംഗ്ലീഷ് വേർഡ് വന്നാ ഇംഗ്ലീഷ് വേർഡ് ഇംഗ്ലീഷില്, മലയാളം വേർഡ് മലയാളം. ഇനി 10 സെക്കൻഡ്സ് മതി. മോർ ദാൻ 10 സെക്കൻഡ് സെഗ്മെന്റ് വേണ്ട. അത് ரொம்ப இன்னும் கொஞ்சம் ஈஸியா இருக்கும் எல்லாத்துக்கும். നമ്മള് ഈ 30% ഇംഗ്ലീഷ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഇല്ല നമുക്ക്. ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യാം. ഇനിമേൽ വേണ്ട. இதுக்கு முன்னாடி வந்தது எல்லாமே, இதுக்கு முன்னாடி ஐ மீன் இந்த மீட்டிங்க்கு முன்னாடி பண்ண ஃபைல்ஸ் எல்லாமே விட்டுரு. சோ அது நம்ம பழைய ரூல் ஃபாலோ பண்ணிக்கலாம். பட் இனி ஆஃப்டர் தட் இதுக்கு அப்புறம் நீங்க செய்யற ஃபைல் எல்லாமே மினிமம் 10 செகண்ட் செக்மெண்ட், மலையாளம் வேர்ட் இன் மலையாளம், இங்கிலீஷ் வேர்ட் இன் இங்கிலீஷ். ഓക്കേ. ഇംഗ്ലീഷ് വേർഡ് എല്ലാവരും ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. മിക്കവാറും ആൾക്കാർ അത് പിന്നെ മംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്ത് വിടുന്നത്. ഓക്കെ. പിന്നെ പലരും ഈ 3 ഡോട്ട്സ് വരുന്നുണ്ടല്ലോ, അത് ചെറിയൊരു ലൈന് കണ്ടാൽ പോലും എല്ലാവരും അവിടെ 3 ഡോട്ട്സ് ഇടുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചെയ്യാൻ പാടില്ല. എവിടെയെങ്കിലും ഒന്നേ പാടുള്ളൂ, സ്റ്റാർട്ടിങ് ഓർ എൻഡിങ്. ഓക്കെ. പിന്നെ സർ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഓവർലാപ്പ് ടാഗ് ശരിക്കും ഉപയോഗിക്കുന്നത് എപ്പോഴായിരുന്നു? അതായത് നമ്മൾ മെയിൻ സ്പീക്കർ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഓപ്പോസിറ്റ് സ്പീക്കർ അതെ അങ്ങനെ ഒരു റെസ്പോൺസ് കൊടുക്കുമ്പോൾ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിലാണ് ചെയ്യുന്നത്. പിന്നെ നമുക്കത് ക്ലിയർ അല്ലെങ്കിൽ നമ്മൾ അവിടെ നോയ്സ് ടാഗ് യൂസ് ചെയ്യാനാണ് ഗൈഡ് ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ இப்போ சிங்கிள் ஸ்பீக்கர், இப்போ ஸ்பீக்கர் 1 கண்டினியூஸா பேசும்போ அந்த இடத்துல
உங்களுக்கு கிளியரா இல்லாத சென்டென்ஸ் ஆர் வேர்டுக்கு நீங்க நாய்ஸ் டேக் யூஸ் பண்ணலாம். ஓகே, இப்போ சிங்கிள் ஸ்பீக்கர் பேசும்போது செகண்ட் ஸ்பீக்கர் இன்டரப்ட் ஆகிற செக்ஷன் தான் ஓவர்லேப். அந்த இடத்துல மினிமம் பிலோ 3 செகண்ட்ஸுக்கு செகண்ட் ஸ்பீக்கர் இன்டரப்ட் ஆகிற செக்ஷன் சிங்கிள் ஸ்கொயர் பிராக்கெட்ல டைப் பண்ணலாம். மோர் தென் 3 செகண்ட்ஸ் அண்ட் அவங்களுக்கு என்ன பேசுறாங்கன்னு உங்களுக்கு புரியலைன்னா அந்த இடத்துல ஓவர்லேப் டேக் போடணும். സർ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നിത്യ ഉണ്ടോ? നിത്യ നിത്യ one second, ഷെയർ മൈ സ്ക്രീൻ. എങ്ങോ പോയി എന്നുള്ള അതുപോലെ സിറാജ് സർ ഇന്ന് പറയ്. ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ മൊത്തം എല്ലാ ഫയലിലും ഒരേ റൂള് ഫോളോ ചെയ്യുക ടൈപ്പ് ചെയ്യുന്ന വേർഡുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് പറഞ്ഞാൽ. അത് പിന്നെ നമുക്ക് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. അതായത് ഈ പറഞ്ഞ എൻ്റെ നിൻ്റെ അങ്ങനെ പിന്നെ കുറച്ച് കോമൺലി യൂസ് ചെയ്യുന്ന വേർഡുകൾ എല്ലാവരും ഒരേപോലെ ടൈപ്പ് ചെയ്യാൻ അത് നമുക്കൊരു ഷീറ്റ് പോലെ ഒരു വേർഡ് ഫയൽ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാം. എല്ലാവരും ആ സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യാം. Give me 2 minutes. Okay, so the first speaker இந்த இடத்துல பேசுது. Okay, hi, Divya. நான் இங்கிலீஷ்ல டைப் பண்றேன். ஓகே, hi Divya, how are you? സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? സ്ക്രീൻ എനിക്ക് one second. ഹലോ സാജൻ സാർ, സ്വാതി എന്ന് പറഞ്ഞ ആള് പ്രൂഫ് റീഡറാണ്, ജോയിൻ ചെയ്യാൻ നോക്കുന്നു പക്ഷെ പറ്റുന്നില്ല എന്ന് പറയുന്നു. ഇല്ല, ട്രൈ ചെയ്യാം, എനിക്ക് ഇത് കിട്ടിയിട്ടില്ല. ഓക്കെ, ഇപ്പൊ എന്നോട് സ്ക്രീൻ വിസിബിൾ ആണോ? അതെ. യെസ്. ഓക്കെ, പക്ഷെ എനിക്ക് വിസിബിൾ അല്ല. ഒരു സെക്കൻഡ്, ദിവ്യ ഒന്ന് ടോപ്പിലേക്ക് വരൂ. ഓക്കെ 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 ഓക്കെ. So first speaker the hi Divya, how are you, what are you doing? Okay, first speaker எங்கன பேசுது. அப்போ நீங்க கிளியரா தெரிஞ்சா நீங்க அப்படி டைப் பண்ணலாம். இல்லைங்கில் இந்த what are அது புரியலன்னா இந்த இடத்துல நாய்ஸ் டேக். இப்போ ஃபர்ஸ்ட் ஸ்பீக்கர் பேசுது ஹாய் திவ்யா, ஹவ் ஆர் யூ அண்ட் வாட் ஆர் யூ டூயிங். இப்போ இதுல உங்களுக்கு அந்த வாட் ஆர் அது மனசில் ஆயிല്ലെങ്കിൽ அந்த இடத்துல அன்கிளியர் போடணும். பின்ன இந்த செக்மெண்ட்ல எதுவுமே புரியலன்னா அந்த இடத்துல அன்கிளியர் டேக். ஓகே ஓகே. எகெயின் ஸ்பீக்கர் 2 இந்த இடத்துல இன்டரப்ட் ஆகுது. ஐ மீன் இந்த இடத்துல பேசுது. And so about you. Okay, so speaker 2 இந்த இடத்துல பேசும்போது I am good, so what about you and where are you இந்த இடத்துல பேசும்போது ஸ்பீக்கர் 1 இங்க இன்டரப்ட் ஆகுது. I am good, what about you. ஸோ அப்போ இந்த இடத்துல ஸ்பீக்கர் 1 இன்டரப்ட் ஆகும்போது I am good அப்படின்னு சொல்லும்போது சி இந்த இடத்துல சிங்கிள் ஸ்கொயர் பிராக்கெட்ல
I am good. ஓகே, ஸோ இந்த இடத்துல செகண்ட் ஸ்பீக்கர் ஐ எம் குட் வாட் அபவுட் யூ அப்படின்னு கேட்கும்போது ஸ்பீக்கர் 1 வந்துட்டு ஐ எம் குட்னு இன்டரப்ட் ஆகுது. ஸோ அதே சேம் இடத்துல வேர் ஆர் யூ நவுன்னு சொல்லி ஸ்பீக்கர் 2 கேட்குது. ஸோ இந்த கான்செப்ட் இந்த இடத்துல இந்த கான்செப்ட் பிலோ 3 செகண்டா இருந்தா நீங்க சிங்கிள் ஸ்கொயர் பிராக்கெட்ல ஸ்பீக்கர் 1ஓட இன்டரப்ட் செக்ஷனை டைப் பண்ணலாம். மோர் தென் 3 செகண்ட்ஸ் ஆர் உங்களுக்கு புரியலைன்னா அந்த இடத்துல ஓவர்லேப் டேக், நோ அன்கிளியர் டேக் போடக்கூடாது, ஓவர்லேப் டேக். 2 ஸ்பீக்கரும் இன்டரப்ட் ஆகிற செக்ஷன் உங்களுக்கு மனசில் ஆனா நீங்க சிங்கிள் ஸ்கொயர் பிராக்கெட்ல டைப் பண்ணலாம். உங்களுக்கு மனசில் ஆயில அப்படின்னா அண்ட் புரியல மோர் தென் 3 செகண்ட்ஸ் இருந்தா அந்த இடத்துல ஓவர்லேப் டேக். അപ്പോൾ below 3 seconds ആണെങ്കിൽ சிங்கிள் മനസ്സിലാവുന്ന ஸ்கொயர் பிராக்கெட்ல டைப் பண்ணலாம். பிலோ 3 செகண்ட்ஸ் 3 செகண்ட்ஸ்னா உங்களுக்கு புரிஞ்சதுன்னா அந்த இடத்துல நீங்க சிங்கிள் ஸ்கொயர் பிராக்கெட்ல டைப் பண்ணலாம். മനസ്സിലാവുന്നില്ലെങ്കിൽ അൺക്ലിയർ കൊടുക്കാം. நோ அன்கிளியர் கொடுக்க கூடாது, ஓவர்லேப் டேக் கொடுக்கணும். ബിലോ 3 സെക്കൻഡ്സ് ആണെങ്കിലും ഓവർലാപ്പ് കൊടുക്കാവോ? உங்களுக்கு மனசில் ஆனா பிலோ 3 செகண்ட்ஸா இருந்தா அதை சிங்கிள் ஸ்கொயர் பிராக்கெட்ல டைப் பண்ணணும். மோர் தென் அபோவ் 3 செகண்ட்ஸ் அண்ட் உங்களுக்கு புரியல மனசில் ஆகலைன்னா அந்த இடத்துல ஓவர்லேப் டேக், அன்கிளியர் டேக் கொடுக்க கூடாது. அன்கிளியர் டேக் எங்க கொடுக்கணும்னா சிங்கிள் ஸ்பீக்கர் பேசும்போது அந்த இடத்துல உங்களுக்கு புரியாத வேர்டு, மனசில் ஆகாத வேர்டு அண்ட் சென்டென்ஸ் இருந்தா மட்டும் அன்கிளியர். 2 ஸ்பீக்கரும் இன்டரப்ட் ஆகிற செக்ஷன் உங்களுக்கு மனசில் ஆகலைன்னா அந்த இடத்துல ஓவர்லேப் டேக், மனசில் ஆனா 3 செகண்ட்ஸ்குள்ள இருந்தா நீங்க சிங்கிள் ஸ்கொயர் பிராக்கெட்ல டைப் பண்ணணும். ഇപ്പൊ സാർ ഈ സിംഗിൾ ബ്രാക്കറ്റിൽ നമ്മൾ ഇത് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഓവർലാപ്പ് ടാഗ് പിന്നെ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? அது வேண்டாம். பிலோ 3 செகண்ட்ஸ் தானே, நீங்க அதை சிங்கிள் ஸ்கொயர் பிராக்கெட்ல டைப் பண்ணலாம். ஓகே, ஸோ அன்கிளியர் டேக் சிங்கிள் ஸ்பீக்கர் பேசும்போது உங்களுக்கு மனசில் ஆகாத வேர்ட்ஸ் ஆர் செக்மெண்ட். இது ஸ்பீக்கர் 1 பேசியிருக்கு, பட் உங்களுக்கு ரொம்ப லோ வாய்ஸா இருக்கு, இந்த இடத்துல என்ன பேசுறாங்கன்னே உங்களுக்கு மனசில் ஆகலைன்னா just you put in unclear tag. Okay, இந்த செக்மெண்டே உங்களுக்கு புரியலன்னா unclear, because சிங்கிள் ஸ்பீக்கர் பேசியிருக்கு, அந்த இடத்துல உங்களுக்கு புரியல. பட் இந்த இடத்துல இது ஓவர்லேப் செக்ஷன், அன்கிளியர் செக்ஷன் வேற, ஓவர்லேப் செக்ஷன் வேற. ஓவர்லேப் இடத்தில் பிலோ 3 செகண்ட்ஸ்ல இருந்தா அது உங்களுக்கு புரிஞ்சா சிங்கிள் ஸ்கொயர் பிராக்கெட்ல டைப் பண்ணுங்க. இல்ல உங்களுக்கு புரியல அண்ட் மோர் எபோவ் 3 செகண்ட்ஸ் இருக்குன்னா ஓவர்லேப் டேக், அன்கிளியர் டேக் இங்க யூஸ் பண்ணக்கூடாது. അതായത് ബിലോ 3 സെക്കൻഡ്സ് അത് ആ ഒരു ലിമിറ്റ് ഉണ്ടല്ലേ, അതായത് ഓവർലാപ്പ് ആവുന്ന പാർട്ട് നമുക്ക് തീരെ മനസ്സിലാവുന്നില്ല. മേ ബി 1 സെക്കൻഡ് ആയിരിക്കാം, 3 സെക്കൻഡ് ആയിരിക്കാം, 5 സെക്കൻഡ് ആയിരിക്കാം. അപ്പൊ ഏതാണെങ്കിലും ഓവർലാപ്പ് ആണ് ഓവർലാപ്പ് ടാഗ് യൂസ് பண்ணலாம். ഓക്കെ, അതായത് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നതാണെങ്കിൽ അത് മോർ ദാൻ 3 സെക്കൻഡ് ആണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ, മനസ്സിലാവുന്നതാണെങ്കിലും ഓവർലാപ്പ് യൂസ് ചെയ്യാന്നാണോ പറയുന്നത്? ടാഗ് യൂസ് ചെയ്യാം. അതെ 3 സെക്കൻഡ് മേലെ 3 செகண்டுக்கு மேல இருந்தா நீங்க ஓவர்லேப் டாக் தான் போடணும், அங்க டைப் பண்ண வேண்டாம். ஓகே ஓகே, കറക്റ്റ്. ഇത് പുരിഞ്ചതാ മാസ്റ്റർ? മനസ്സിലായി. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവേ. അതേപോലെ തന്നെ സർ, നമുക്കിപ്പം ട്രാൻസ്ക്രൈബേഴ്സിന്റെ അവരെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫയലിൽ എന്തെങ്കിലും കുറേ മിസ്റ്റേക്സ് റിപ്പീറ്റഡ്ലി കാണുകയാണെങ്കിൽ നമുക്ക് അവർക്ക് തന്നെ റിവേർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല, அந்த மாதிரி ஆப்ஷன் எதுவும் இல்ல. അത് ഷേപ്പ് എന്ന് പറഞ്ഞൊരു ടൂള് നമ്മൾ യൂസ് ചെയ്തിരുന്നു, അതിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. റീവർക്കിന് നമുക്ക് ട്രാൻസ്ക്രൈബ് ഫസ്റ്റ് ലെവലിലേക്ക് റീസെൻഡ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് വല്ല അപ്ഡേഷൻ ക്ലയന്റിന്റെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. ஓகே, இந்த ப்ராஜெக்ட் நம்ம இந்த லேபிள் டூல்ல முடிக்கலாம். പിന്നെ നെക്സ്റ്റ് പ്രോജക്റ്റ് ഏപ്രിൽ 15th അപ്പുറം വരും ലൈവ് പ്രോജക്റ്റ് நம்ம வேற டூல் யூஸ் பண்ணலாம். அது கொஞ்சம் ஈஸியா இருக்கும். ஈஸியா இருக்கும். ஏதான டூல் ஏதான டிசைட் செய்தோம்? அது ஒரு அது ஒரு ஆஃப்லைன் டூல். இப்போ செக் பண்ணிட்டு இருக்கோம். சோ நாங்க வர்க் பண்ணி பார்த்துட்டு இருக்கோம். வர்க் பண்ணிட்டு உங்களுக்கு நாங்க அப்டேட் பண்றோம். ஆஃப்லைன் டூல் ஆனலே இത്ര டஃப் ஆனல? இல்ல அவ்வளோ டஃப் இல்ல. ஜஸ்ட் ஸ்பீக்கர் பிரிக்கிறது ரொம்ப ஈஸி.
பின்ன டிரான்ஸ்கிரிப்ஷனில் எரர் வந்தால் அந்த ஃபைல் அவங்களுக்கு அசைன் பண்ணலாம், அவங்க அதை ஓப்பன் பண்ணி கரெக்ட் பண்ணிக்கலாம். ഓക്കെ ഓക്കെ. അപ്പൊ അതിൽ സെഗ്മെന്റേഷൻ പാർട്ട് വരുന്നുണ്ടോ? അത് ഈസിயாக இருக்கும் அந்த செக்மெண்டேஷன் பார்ட். ഓക്കെ ഓക്കെ. അപ്പൊ ഈ ലേബൽ ഈ 15th കൂടെ സ്റ്റോപ്പ് ആവുന്നാണോ? എനിക്കത് ക്ലിയർ ആയില്ല. இல்லை ஸ்டாப் இல்லை, நம்ம இதை விட லேபிளியை காட்டிலும் அந்த டூல் நமக்கு பெஸ்ட்டாக இருந்தால் அதை நம்ம யூஸ் பண்ணலாம். ഓക്കെ. ലേബലിൽ അങ്ങോട്ടേക്ക് ചേഞ്ച് ആവുമോ? சேஞ்ச் ஆகும். எஸ், அது ஆஃப்லைன் டூல். எல்லாரும் கூட நமக்கு டவுன்லோட் செஞ்சு எல்லாத்துக்கும் சிங்கிள் இப்போ ஃபார் எக்ஸாம்பிள் திவ்யாக்கு 10 ஃபைல்ஸ் அலாட் பண்ணா திவ்யா அந்த ஆஃப்லைன் டூல்ல ஒர்க் பண்ணலாம். ഓക്കെ ഓക്കെ. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൂടെ ഉള്ള ഒരു ബെനിഫിറ്റ് അല്ലെങ്കിൽ യൂസർ ഫ്രണ്ട്ലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോഴത്തെ ഇഷ്യൂസ് ഇല്ലേ, ഇഷ്യൂസ് വരുമ്പം ഇപ്പം ട്രാൻസ്ക്രൈബർ ബ്ലാങ്ക് ആയിട്ട് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സെഗ്മെന്റേഷൻ ഫുള്ളി റോങ് ആണെങ്കിൽ നമുക്ക് അതിനകത്ത് ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് ഡൗൺലോഡ് ചെയ്തിട്ട് അവർക്ക് വേണേൽ തിരിച്ചിത് കൊടുത്തിട്ട് വീണ്ടും റീഅസൈൻ ചെയ്യിപ്പിക്കാം. ഓക്കെ ഓക്കെ. അവരെ കൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാം, സെഗ്മെന്റ് റീവർക്ക് ചെയ്യിപ്പിക്കാം അല്ലേ? ഓക്കെ ഓക്കെ. അതാണ് വേണ്ടത്. കാരണം ഇത് പിന്നെ എന്താണ്, ഒരു ഫയലിന് തന്നെ നമ്മൾ 2 times 3 times ഒക്കെയാണ് വർക്ക് ചെയ്യേണ്ടി വരുന്നത്. പിന്നെ വേറെ ഒരു എന്താണ് ലേബലി സൈറ്റിന് തന്നെ ചില സമയത്ത് ഇഷ്യൂ വരുന്നുണ്ട്. അതായത് ഒരു വർക്ക് നമ്മൾ ഒരു 90% ചെയ്തു, പക്ഷെങ്കിൽ എന്തെങ്കിലും പിന്നെ നെറ്റ് ഇഷ്യൂ അല്ലെ പവർ ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ വർക്ക് പ്രോഗ്രസ് ഓൾമോസ്റ്റ് ലോസ് ആയി പോകും. അങ്ങനെയും ഒരു പ്രശ്നം വരുന്നു. നമുക്ക് ഇപ്പോൾ പവർ ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ഒരു 10 സെക്കൻഡ് സെഗ്മെന്റ് ഇല്ലാமல் പോകും, റൈറ്റ്? 10 അല്ല, ചിലപ്പോൾ നല്ല രീതിയിൽ ഒരു വലിയൊരു പാർട്ട് പ്രോഗ്രസ് ചെയ്ത വർക്ക് പിന്നെ ചിലപ്പോൾ സെഗ്മെന്റേഷൻ മാത്രം ബാലൻസ് കാണും, ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ ഒന്നും കാണില്ലായിരിക്കും. അങ്ങനെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ஓகே ஓகே புரிஞ்சது. பட் இப்போ நமக்கு இந்த ஃபைல்ஸ் மட்டும் நம்ம லேபிளில் செய்யலாம். பின்ன நெக்ஸ்ட் ப்ராஜெக்ட் நெக்ஸ்ட் இது வரும்போது நமக்கு வேற டூல் ஏதாவது சேஞ்ச் பண்ணிக்கலாம். அது ஆஃப்லைன் டூலாக இருக்கும்போது எல்லாத்துக்கும் கூட ஈஸியாக இருக்கும். நெட் தேவையில்லை, நெட்வொர்க் வேண்டாம். நெட்வொர்க் வேண்டாம். ஓகே ஓகே. ஆமாம். ஓகே ஓகே ஃபைன். சாஜேட்டா ஏதாவது சொல்லணுமா? சாஜேட்டா ஏதாவது ஃபீட்பேக்? எஸ், இதுதான் ஃபீட்பேக். அது வந்து ரொம்ப கஷ்டம் இது பண்றதுக்கு. സാജേട്ടാ മലയാളത്തിൽ സംസാരിച്ചോ? അവര് അവർക്ക് മലയാളം ഇഷ്ടം മാത്രമേ. ഓക്കെ, സെഗ്മെന്റ് എല്ലാം ഇന്നിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫയലിൽ സെഗ്മെന്റ് സ്പീക്കർ 1ഉം സ്പീക്കർ 2ഉം തിരിഞ്ഞു പോയി ചെയ്ത്. ഓക്കെ, സോ അതിപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ആരടുത്ത് വിളിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് സെഗ്മെന്റ് ചെയ്യാൻ അറിയത്തില്ലെന്നാണ്. അല്ലല്ല, അത് കുറച്ച് ന്യൂ ട്രാൻസ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ സെഗ്മെന്റേഷൻ വലിയൊരു ടാസ്ക് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സെഗ്മെന്റേഷൻ ചെയ്യും, എന്നിട്ട് ട്രാൻസ്ക്രിപ്ഷൻ പാർട്ട് മാത്രമാണ് നമ്മൾ കുറച്ച് ന്യൂ ട്രാൻസ്ക്രൈബേഴ്സിന്. ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞു പോയി. ഓക്കെ, ആ സെഗ്മെന്റർ നെയിം നമ്മുടെ ഷീറ്റിൽ നോക്കാം. അത് അക്ഷരത്തെറ്റുണ്ട്. ഉണ്ടല്ലേ? അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 2 മണിക്കൂർ എടുത്ത് ഇപ്പോൾ 1 മിനിറ്റ് ചെയ്ത് തീർത്തത്. 6 o'clock എടുത്തത്. ഇപ്പോൾ 7:30 ആയപ്പോഴത്തേക്ക് ഞാൻ ചെയ്തത് 1 minute some seconds അത് കഴിഞ്ഞത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്റ്റക്കാവ് നിൽക്കുകയാണ്. ഓക്കെ ഓക്കെ. അത് റിവേർട്ട് ചെയ്യാനുള്ള എക്സ്ക്യൂസ് മീ സർ, സെയിം ഇഷ്യൂ എനിക്കും വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് അറിയില്ല. ട്രാൻസ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അറിയാം. അവര് ഈ സെഗ്മെന്റ് കേൾക്കുന്നതല്ല അവര് അടിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. 1 or 2 സെഗ്മെന്റ്സ് അപ്പുറത്തെയാണ് ഈ ഒരു സെഗ്മെന്റിന്റെ താഴെ വരുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് മനസ്സിലായില്ല. ഡ്യൂപ്ലിക്കേറ്റ് സെഗ്മെന്റ്സ് വരുന്നുണ്ടോ? ഒരു സെഗ്മെന്റ് അതുകൊണ്ടാണ് അങ്ങനെ മാറി ടൈപ്പ് ചെയ്ത് വരുന്നത് അവര്. അങ്ങനെ വരുന്നത് ഒരു റീസൺ എന്ന് പറയുന്നത്, ഇവർ ഫസ്റ്റ്ലി ലേബലി ടൂൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇവർ പ്ലേ ചെയ്യുമ്പം ഇത് പ്ലേ ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. ഇവർക്ക് ആ ഒരു സെഗ്മെന്റ് മാത്രം സെപ്പറേറ്റ് ചെയ്ത് പ്ലേ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് തന്നെ ഇവർ പ്ലേ ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂസ്ലി പ്ലേ ചെയ്ത് പോവുകയും ഇവർ നെക്സ്റ്റ് സെഗ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു സെഗ്മെന്റിന്റെ ബോക്സിൽ ടൈപ്പ് ചെയ്യുന്നത്. പക്ഷെ മാം, ഇന്നലെ ഞാൻ ചെയ്ത ഒരു വർക്ക്, ആ വർക്ക് നല്ല വർക്കായിരുന്നു. നല്ല വർക്ക് എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി ബെറ്റർ വർക്കായിരുന്നു. പക്ഷെ അവര് ചെയ്തിരിക്കുന്നത് മൊത്തം സെഗ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാ. അതുകൊണ്ട് എനിക്കത് ഒട്ടും റീഅറേഞ്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് ആദ്യം മുതൽ ട്രാൻസ്ക്രിപ്ഷൻ ചെയ്തേ. ഒന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല.
അപ്പൊ അങ്ങനെ വരുന്ന കേസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന പാർട്ട് അവിടെ കംപ്ലീറ്റ്ലി വേസ്റ്റ് ആയി പോവല്ലേ. അതെ അതെ. എനിക്ക് പ്രൂഫ് റീഡിംഗ് ആണ് തന്നത്, പക്ഷെ ഞാൻ ചെയ്തത് കംപ്ലീറ്റ് ട്രാൻസ്ക്രിപ്ഷൻ വിത്ത് പ്രൂഫ് റീഡിംഗ് ആയിരുന്നു. So, എന്തായാലും നമ്മളെ sir, പുതിയ ടൂൾ വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. so Victor sir, we are waiting for that new tool. Yeah, sure. അതെ. But இந்த batch நம்ம லைப்ரரியில முடிச்சிரலாம். ஓகே. ஸோ நெக்ஸ்ட் பேட்ச் நமக்கு நெக்ஸ்ட் ஏப்ரல் 15th அப்புறம் வர்ற பேட்ச் நம்ம கண்டிப்பா ஆஃப்லைன் டூல் யூஸ் பண்ணிக்கலாம். ഓക്കെ. ஓகே. ஸோ சிரா சார், இப்போ இந்த பேட்ச் நம்மளால எப்போ முடிக்க முடியும்? ഏതെങ്കിലും ഡെഡ്ലൈൻ കൊടുക്കാൻ முடியும்? Because client എന്തായാലും April 5th നമ്മൾ കുള്ള കേട്ടിട്ടുണ്ടായിരുന്നു. ക്വാളിറ്റി നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് കുറച്ച് ടൈം തരണം. നമുക്ക് ഇമ്മീഡിയറ്റ്ലി എത്ര ഹവറാണ്? 50 അവർ എത്രയാണ് ടോട്ടൽ നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ളത്? இல்ல, இப்போ உங்களுக்கு நான் 31 hours அசைன் பண்ணியிருக்கேன். 31 hours 40 minutes. அது நமக்குள்ள எப்போ முடியும்? സോ ഓൾറെഡി പിന്നെ എന്താണ് എത്ര ഫിനിഷ് ആയിട്ടുണ്ട് വിത്ത് പ്രൂഫ് റീഡിംഗ്? നിങ്ങൾക്ക് അത് മോണിറ്റർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? എത്ര ആയിട്ടുണ്ട്? ഞാനത് ഷീറ്റിൽ നോക്കിയില്ല. அது இல்ல, ஷீட்ல நீங்க பார்க்கணும். ஷீட்ல நீங்க அப்டேட் செய்யும்போது ப்ரூஃப் ரீடிங் எவ்வளவு கம்ப்ளீட் ஆயிருக்குன்னு தெரியும். இது பின்னாடி இந்த லேபிளி டூல்ல என்னால வந்துட்டு எதுவுமே ഇപ്പൊ അസൈൻ ചെയ്ത കംപ്ലീറ്റ് ഫയൽസും എപ്പോ ഫിനിഷ് ചെയ്യുന്നാണോ ചോദിക്കുന്നത്? അതെ. இப்போ 90 ஃபைல்ஸ் கம்ப்ளீட் ஆயிருக்குது டிரான்ஸ்கிரிப்ஷன். 151 ஃபைல்ஸ்ல 90 ஃபைல்ஸ் கம்ப்ளீட் ஆயிருக்கு. இன்னும் നമുക്ക് എന്തായാലും ഒരു 1 വീക്ക് മിനിമം എടുക്കും. അതിനുള്ളിൽ മാക്സിമം നോക്കാം. കാരണം ഈ ഇങ്ങനെ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് ഒക്കെ വരുന്നത് കൊണ്ടേ, അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്ത് പിന്നെയും റീവർക്കിന് വരാനാണ് സാധ്യത. കഴിയുന്നോ പെട്ടെന്ന് നോക്കാം. മാക്സിമം ഒരു 1 വീക്ക്, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. 9th முடியுமா? ഏപ്രിൽ 9th അല്ലേ? ചെയ്യാം. കുറച്ച് ഓവർ ടൈം ഒക്കെ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ പറയാമില്ല. ஓகே. ஸோ என்னோட இதுல செக் பண்ண முடியாது. இப்போ மலையாளம் உங்க டீம் ஓபன் பண்ணிட்டா இதுல டிரான்ஸ்கிரிப்ஷன் ப்ரூஃப் ரீடிங் கம்ப்ளீட்டட்னா இந்த மாதிரி பிஆர்னு வந்துரும், அப்டேட்டட் பை ப்ரூஃப் ரீடிங். ஓகே. ஸோ இது எவ்வளவு ஃபைல்ஸ் நம்மளால செக் பண்ண முடியாது. ഓക്കെ. എന്തായാലും കഴിയുന്ന പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ നോക്കാം, ക്വാളിറ്റി ഇഷ്യൂസ് ഒന്നും വരാതെ. ஓகே. ஸோ இது இந்த 142 இன்னும் ஸ்டார்டிங்ல அசைன் பண்ண செயல் வினு விஷ்லாண்ட், ഇത് സ്റ്റാർട്ടിംഗിൽ നമ്മൾ അസൈൻ பண்ண ഫയൽ ഇന്നും അല്ലല്ല, ചില ഫയൽ നമ്മുടെ നോൺ മലയാളം ഫയൽസ് പിന്നെ അങ്ങനെ പെൻഡിങ്ങിൽ വെച്ച് കാണും. അതൊന്നും അതിന്റെ ഷീറ്റിന്റെ കംപ്ലീറ്റ് ഒന്ന് നോക്കി അറിയാൻ പറ്റും അത്. ഓക്കെ. സോ அந்த കേസ് വന്നാൽ നമുക്ക് ഓഡിയോ ക്വാളിറ്റി നോട്ട് ഗുഡ് എന്ന് പോട്ടலாம். ആക്ച്വലി വേറെ ലാംഗ്വേജിന്റെ ഒരു ടാഗ് കൂടെ അവിടെ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഈ ഓഡിയോ ക്വാളിറ്റി പോലെ തന്നെ നോൺ മലയാളം കൂടെ ആഡ് ചെയ്ത് തരും, അതായിരിക്കും നല്ലത്. അതായിരിക്കും ബെറ്റർ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ എളുപ്പം. അതെ. അതേപോലെ കണ്ടിന്യൂസ് 2 മിനിറ്റ്സ് ഓഡിയോ ഇംഗ്ലീഷിൽ വരുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് അത് ഇംഗ്ലീഷ് ഫയൽ ആണെന്നാണ്. പക്ഷെ ആഫ്റ്റർ 2 മിനിറ്റ്സ് അത് മലയാളമായിരിക്കും. സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് കേൾക്കാതെ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ஓகே. ஸோ அதர் லாங்குவேஜ்னு சொல்லி ஒரு ஆப்ஷன் இருக்கு. ஓகே. ஸோ அதை கிளிக் பண்ணிக்கலாம். ഓക്കെ. ഇപ്പോൾ ഓഡിയോ ക്വാളിറ്റി നോട്ട് ഗുഡ് എന്നുള്ള ആ ടാഗ് യൂസ് ചെയ്യേണ്ടത് ഒരു എത്രയാണ്? അതിനെന്തെങ്കിലും ഒരു പെർസെന്റേജ് ലിമിറ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? இல்ல, அந்த இதுல உங்களால டிரான்ஸ்கிரிப்ஷன் பண்ண முடியலன்னா, ஆடியோ வாய்ஸ் ரொம்ப லோவா இருக்கு, ஆர் பேக்ரவுண்ட் நாய்ஸ் அந்த வாய்ஸை டாமினேட் பண்ற அளவுக்கு பேக்ரவுண்ட் நாய்ஸ் இருக்குன்னா அந்த கேஸ்ல, അല്ലെങ്കിൽ ഓവർലാപ്പ് സ്പീച്ച് ഭയങ്കര കൂടുതലുണ്ട്, അപ്പോഴും அந்த கேஸ்ல பண்ணலாம். ஆடியோ குவாலிட்டி நாட் குட்ல பண்ணிக்கலாம். பட் ஃபர்ஸ்ட் நீங்க எடுத்த உடனே ஃபர்ஸ்ட் ஆடியோவை லிசன் பண்ணுங்க, ஒரு 2 மினிட்ஸ் ஆடியோ. தென் யூ கேன் ஸ்டார்ட் டு டிரான்ஸ்கிரிப்ஷன். அந்த கேஸ்ல உங்களுக்கு 2 மினிட்ஸ் ஆடியோ கேட்கும்போது அது ஆடியோ குவாலிட்டி நல்லா இருக்கா, பட் குட் ஆர் பேட் இதெல்லாமே புரியும். அப்போ அந்த கேஸ்ல நீங்க டிரான்ஸ்கிரிப்ஷன் ஸ்டார்ட் பண்ணிக்கலாம். பின்ன நீங்க ஒரு 15 மினிட்ஸ் ஃபைல ஃபர்ஸ்ட் 5 மினிட்ஸ் பண்ணதுக்கு அப்புறம் நிறைய ஆடியோ குவாலிட்டி நல்லா இல்லைன்னா அந்த டைம் எல்லாமே വേസ്റ്റ്, റൈറ്റ്? ശരിയാണ്. അപ്പോൾ ഈ ട്രാൻസ്ക്രൈബേഴ്സിനൊന്നും ഡൗട്ട്സ് ഒന്നുമില്ല? വേറെ ആരും ഡൗട്ട്സ് ഒന്നും ചോദിച്ചില്ലല്ലോ? ஓகே. வேற யாருக்கும் ஏதாவது டவுட் உண்டா?
Anyone have any doubt? ഡൗട്ട് ചോദിക്കട്ടെ? Yes. ഓ ചോദിച്ചോളൂ. എനിമൽ ബേർഡ്സ് സൗണ്ട് ആന്ന് വിചാരിക്കേ, സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നുണ്ട്, അത് ആദ്യം തുടങ്ങി അത് ഫുള്ളായിട്ട് അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അവസാനം വരെ. ഓഡിയോ ഫുള്ള ഇല്ല. മീൻസ് മലയാളം പറയണുണ്ട്, അതിന്റെ ബാക്ക്ഗ്രൗണ്ടില് അനിമൽ സൗണ്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ബേർഡ് സൗണ്ട്. ഫുൾ ഓഡിയോവാ ഇല്ല ഫുൾ ഓഡിയോ, ഓൾമോസ്റ്റ് ഫുൾ ഓഡിയോ എന്ന് പറയാം. ഓൾമോസ്റ്റ് ഫുൾ அப்ப பின்ன அது வேண்டாம், அந்த இடத்துல டாக் போட வேண்டாம், நீங்க டிரான்ஸ்கிரிப்ஷன் பண்ணா மட்டும் மതി. ഓക്കെ. അതുപോലെ വൺ ടൈം പോലും ഇടണ്ടേ ടാഗ്? ഇല്ല, വേണ്ട. അതായത് ഹോൾ പെർസിസ്റ്റന്റ് ആയിട്ട് വരുന്നത്. ഓക്കെ വേണ്ടല്ലേ. ഹോണിന്റെ സൗണ്ട്, വെഹിക്കിളിന്റെ ഹോണിന്റെ സൗണ്ട് ഒക്കെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ. അപ്പൊ ഫുൾ ഹോൾ ഓഡിയോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുക, ചിലപ്പോ ഒരു സെഗ്മെന്റിലായിരിക്കാം, ചിലപ്പോ ഒരു സെഗ്മെന്റിൽ ഫുൾ അങ്ങനെ വന്ന് ഇടണ്ട. മീൻസ് ഒരു മാത്രമാണെങ്കിൽ ഇടണം അല്ലേ? ഒരു വേർഡ് അരുൺ ബ്രോ അറിയത് രണ്ട് വേർഡ് இருக்கா? Yes, sir. ஓகே. ஸோ இப்போ நமக்கு ஒரு ஆடியோல ஏதாவது ஒரு சில செக்மெண்ட்ல வந்தா மட்டும் அந்த டேக் போடலாம். ஹோல் ஆடியோவும் அந்த நாய்ஸ் டேக் ஆர் ஹாரன் சவுண்ட், பேர்ட் சவுண்ட் வந்தா அந்த இடத்துல அந்த டேக் யூஸ் பண்ண வேண்டாம்னு மலையாளத்தில் சொல்லியிருக்கேன். ஓகே. ஒரு ஆடியோ ஒரு வாட்டி கூட அந்த லாஸ்ட் சென்டென்ஸ் கொஞ்சம் சொல்ல முடியுமா? இல்ல ஃபார் எக்ஸாம்பிள் நமக்கு வந்துட்டு டேக் யூஸ் பண்ற ஆடியோ இருக்குதுல்ல ப்ரோ, அது வந்துட்டு ஏதாவது ஒரு செக்மெண்ட் ஆர் 2 செக்மெண்ட்ல வந்துச்சுன்னா அந்த இடத்துல டேக் யூஸ் பண்ணலாம். ஹோல் ஆடியோவுமே பேக்ரவுண்ட் நாய்ஸ் இருக்குது இல்ல வேற ஏதாவது பேர்ட் சவுண்ட் ஹோல் ஆடியோலயுமே இருந்தா அந்த இடத்துல அந்த டேக் யூஸ் பண்ண வேண்டாம். ടാഗ് യൂസ് பண்ண വേണ്ട, ട്രാൻസ്ക്രിപ്ഷൻ பண்ணா போதும். ഓക്കെ. ഹോൾ ആഡിയോലയും அந்த നായ്സ് ഉണ്ട്. അന്നേരം നമ്മളിപ്പോ Sir, ചെയ്യുമ്പോൾ இந்த അതായത് மாதிரி വിക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഓഡിയോയിൽ ഇപ്പം 1-2 പ്ലേസ് അല്ലെങ്കിൽ 3-4 പ്ലേസിൽ മാത്രം ഇപ്പം ബേർഡ് സൗണ്ട്, അല്ലാതെ ഇപ്പം കണ്ടിന്യൂസ് ആയി ഇപ്പൊ ഒരു ബാക്ക്ഗ്രൗണ്ട് നോയിസ്, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ചെറിയ ബാക്ക്ഗ്രൗണ്ട് നോയിസോ അല്ലെങ്കിൽ ഇപ്പൊ സപ്പോസ് എന്തെങ്കിലും ഒരു മ്യൂസിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കുവാണെങ്കിൽ ഒരു ചെറിയ സൗണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് ഓഡിയോ ത്രൂ ഔട്ട് ഉണ്ടെങ്കിൽ അതിനെപ്പോഴും ടാഗ് യൂസ് ചെയ്യേണ്ട. 1, 2, 3, 4 പ്ലേസസിലാണ് വരുന്നതെങ്കിൽ മാത്രം ടാഗ് യൂസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ. അതൊരു സെഗ്മെന്റിൽ സാർ ഇതില് 1-2 ഫയൽസില് ഓൾറെഡി എന്നോട് ചോദിച്ചിരുന്ന ഡൗട്ട്സ് ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് ഫയൽ സ്റ്റാർട്ടിങ് ടു എൻഡ് വരെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് മറ്റൊരാൾ സംസാരിക്കുന്ന വോയിസ് കേൾക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ നല്ല സൗണ്ടില് അല്ലാതെ കുറഞ്ഞ്. അപ്പൊ അങ്ങനെ വരുന്ന കേസസിൽ വിക്ടർ സർ எஸ் நித்யா, കംപ്ലീറ്റ് நித்யா കേട്ടില്ല. சொல்லுங்க. சார் அதாவது சில ஃபைல்ஸ்ல ஃபர்ஸ்ட்ல இருந்து லாஸ்ட் வரைக்கும் பேக்ரவுண்ட்ல இன்னொரு பர்சன் பேசிட்டே இருக்கு. பேக்ரவுண்ட் அது நாய்ஸ். வந்து பேக்ரவுண்ட் நாய்ஸ்ல சில இடத்துல வந்து லோ ஹை வாய்ஸ், சில இடத்துல லோ வாய்ஸ், சில செக்மெண்ட்ஸ்ல இது அது வந்து ஹை நாய்ஸ், சில இடத்துல லோ நாய்ஸ், இந்த மாதிரி பேக்ரவுண்ட் ஃபுல்லி பேசிட்டே இருக்கு. அந்த டைம்ல டிரான்ஸ்கிரிப்ஷன் பண்ணா மட்டும் போதும். இந்த பேக்ரவுண்ட் நாய்ஸையும் டிரான்ஸ்கிரிப்ஷன் பண்ணிடலாம். ഹോൾ ഓഡിയോ ആക്ച്വലി അത് നമ്മളുടെ മെയിൻ സ്പീക്കേഴ്സ് അല്ല, അപ്പോഴും നമ്മൾ ട്രാൻസ്ക്രൈബ് ചെയ്യണം. മെയിൻ സ്പീക്കർ பேசும்போது அது மட்டும் டிரான்ஸ்கிரிப்ஷன் பண்ணா மതി. ഓക്കേ. ഇത് ലീവ്, അത് അങ്ങനെ ലീവ് ചെയ്യണം. எஸ், பிகாஸ் நமக்கு ஒரு 1 or 2 செக்மெண்ட்ல அந்த மாதிரி பேக்ரவுண்ட் நாய்ஸ் வந்தா அந்த இடத்துல நாய்ஸ் டேக் போடலாம், இல்ல நான் ஸ்பீச் வெர்பலைசேஷன் டேக் போடலாம். ஹோல் ஆடியோமே வரும்போ நமக்கு அதை ஸ்கிப் பண்ணலாம். ബ്രോ അതില്ല നിത്യച്ചോ കേக்குற ഒരു പോർഷൻ എന്നാന്ന് വെച്ചാൽ സപ്പോസ് ദ ഹോൾ ഓഡിയോയിലെ അത് പോയിട്ടേ ഇരിക്കാറ്. ബട്ട് ഒരു സ്പെസിഫിക് പ്ലേസ് ഒരു ஸ்பெசிபிக் பிளேஸ்ல அந்த பேக்ரவுண்ட்ல ஸ்பீக்கர் பேசினா நல்ல தெளிவா கிளியரா நமக்கு கேட்க முடியும். ஸோ அந்த கேஸ்ல என்ன பண்ணலாம் ப்ரோ? சிங்கிள் திங் ப்ரோ, ஐ மீன் இதை மட்டும் யோசிங்க. நமக்கு ஹோல் ஆடியோவுமே நாய்ஸா இருந்தா டிரான்ஸ்கிரிப்ஷன் மட்டும் பண்ணலாம், நாய்ஸ் டேக் இட வேண்டாம். ஓகே. ஏதாவது സെപ്പറേറ്റാன പ്ലേസ്ல വന്നാ மட்டும் நம்ம அந்த ടാഗ് போட்டா போதுം. ആക്ച്വലി അപ്പൊ അതൊരു പുതിയ സ്പീക്കറല്ല, അപ്പൊ നമ്മൾ സ്പീക്കർ 3 ആയിട്ട് ആഡ് ചെയ്യും. എങ്ങനെ അതിനെ നമ്മൾ ആഡ് ചെയ്യും? ബ്രോ നോയ്സിനെ കുറിച്ചല്ല നമ്മൾ പറയുന്ന, വേറൊരു സ്പീക്കർ സംസാരിക്കുന്ന മൂന്നാമതൊരു സ്പീക്കർ ബാക്ക്ഗ്രൗണ്ട് തേർഡ് സ്പീക്കർ ആഡ് பண்ணலாம். பட் ப்ரோ இதுல பிரச்சனை அதல்ல. இந்த மூணாவது பேசின அந்த ஸ்பீக்கர் இந்த ஆடியோ ஃபுல்லா பேக்ரவுண்ட்லயே பேசிட்டு இருக்காரு. சில போர்ஷன்ஸ்ல மட்டும் ஆடியோ நாட் குட் டாக், ஆடியோ நாட் அல்ல. பட் சில கேசஸ்ல இந்த பேக்ரவுண்ட் ஸ்பீக்கர் பேசுனா நமக்கு தெளிவா
நம்மளால டிரான்ஸ்கிரைப் பண்ண முடியும். அந்த கேஸ்ல ஸ்பீக்கர் 3 டேக் கொடுக்கணுமா ஓர் அந்த ஸ்பீக்கரை இக்னோர் பண்ணணுமா? ப்ரோ இப்போ வந்து பாத்தீங்கன்னா 15 மினிட்ஸ் ஆடியோ. இதுல ஃபர்ஸ்ட் ஒரு 2 மினிட்ஸ் நமக்கு கேட்கலன்னா அந்த இடத்துல டேக் போட்டு பேலன்ஸ் இருக்கிற 30 செகண்ட்ஸ் நம்ம டிரான்ஸ்கிரிப்ஷன் பண்ணலாம். 13 மினிட்ஸ் ஆடியோ. இதே 10 மினிட்ஸ் வரைக்கும் அந்த ஸ்பீக்கர் பேசுறது லைட்டா கேக்குது, பேலன்ஸ் இருக்கிற 5 மினிட்ஸ் தான் கிளியரா கேக்குதுன்னா நம்ம அதை டிரான்ஸ்கிரிப்ஷன் பண்ண வேண்டாம். ഓക്കെ. അതിലെ മലയാളത്തിലെ പറയിച്ചേട്ടാ. സിറാജ് സാർ ക്ലിയർ ആയല്ലോ. അപ്പൊ ആ ഒരു സ്പീക്കറെ ചെയ്യണ്ട എന്നുള്ള ഇതിലാണ് പറഞ്ഞത്. ഇപ്പം എനിക്ക് ശരിക്കും അങ്ങ് മനസ്സിലായില്ല ആക്ച്വലി. അതാ എനിക്കത് വിക്ടർ അതായത് ബാക്ക്ഗ്രൗണ്ടിൽ നമുക്കിപ്പോ സ്പീക്കർ 1ഉം സ്പീക്കർ 2ഉം മാത്രമാണ് ഉള്ളത് എങ്കിൽ അതൊന്നും അല്ലാത്ത വേറെ ആരെങ്കിലും ബാക്കിൽ സംസാരിക്കുകയാണെങ്കിൽ അത് ചെയ്യണ്ടെന്നാണോ പറയുന്നത്? അതെ വിക്ടർ സാർ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. അതായത് നമുക്കൊരു ഫയൽ எனக்கு புரிஞ்சது ஆக்சுவலா இவங்க மூணாவது ஸ்பீக்கர் இன்டரப்ட் ஆகுற செக்ஷன் வந்துட்டு அவங்க பேசுற டாபிக் தானா? അതായത് നമുക്കിപ്പോ ഒരു 2 സ്പീക്കർ ഫയൽ കിട്ടി. ഓക്കെ, സ്പീക്കർ 1 ക്ലിയർ ആയിട്ട് അതില്ല ப்ரோ அன்மியூட் பண்ணு ப்ரோ. ഞാനൊരു എക്സാമ്പിൾ சொல்லல. சப்போஸ் ஸ்பீக்கர் 1 விக்டர் ஒரு நிமிஷம் நீயும் நானும் இப்போ வந்துட்டு ஒரு டாபிக் பேசிட்டு இருக்கோம் ஸ்போர்ட்ஸ் பத்தி. ஓகேவா? பேக்ரவுண்ட்ல இப்போ சாஜேட்டன் வேற ஏதாவது பேசிட்டு இருக்காரு. அந்த கேஸ் வந்தா நம்ம மூணாவது ஸ்பீக்கர் போட வேண்டாம். சப்போஸ் அவரும் ஸ்போர்ட்ஸ் பத்தி இன்டரப்ட் ஆகுறாரு அப்படின்னா தேர்ட் ஸ்பீக்கர் போட்டு நம்ம டிரான்ஸ்கிரிப்ஷன் பண்ணலாம். ഓക്കെ, അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ട് സ്പീച്ചിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യണോ വേണ്ടത്? അത് ക്ലിയർ ആണെങ്കിലും അല്ലെങ്കിലും അല്ലേ? അതെ. അപ്പൊ അതിന് പ്രത്യേകിച്ച് ടാഗ് ഒന്നും കൊടുക്കണ്ട. ത്രൂ ഔട്ട് സ്പീച്ച് ആണെങ്കിൽ പ്രത്യേകിച്ച് ടാഗ് ഒന്നും കൊടുക്കണ്ട. ഓക്കെ, ആ സ്പീക്കറെ നമ്മൾ ഇഗ്നോർ ചെയ്യാം അല്ലേ? അല്ല, ബട്ട് ലാസ്റ്റ് പറഞ്ഞത് ആ സ്പീക്കർ നമ്മുടെ ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഇന്ററപ്റ്റ് ചെയ്യുവാണെങ്കിൽ അത് മാത്രം ട്രാൻസ്ക്രൈബ് ചെയ്യേണ്ടി വരും ക്ലിയർ ആയിട്ട് വരുന്ന പ്ലേസിൽ. അത് നമ്മുടെ ഈ സ്പീക്കർ 3 ഇൻവോൾവ്ഡ് ആവുമ്പോൾ നമ്മൾ അതിനൊരു സ്പീക്കർ 3 ആയിട്ട് ആഡ് ചെയ്തിട്ട് ബ്രോ എനിക്ക് ഒരു കോൾ ഇருக்கு, ഒരു 2 മിനിറ്റ്സ് ഞാൻ വെളിയെ പോയിട്ട് വരാം. ഓക്കെ ശരി ഓക്കെ. അപ്പൊ അത് ഫോളോ ചെയ്താൽ മതി. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് വരുത്തേണ്ടതുണ്ടോ? ഇപ്പോ ഒരു സെഗ്മെന്റിൽ ഒരു സ്പീക്കർ 1 ലേഡിയാന്ന് വിചാരിക്കേ, സ്പീക്കർ 2 വേറെ ആളാണ് സംസാരിക്കണേ. അപ്പോ സ്പീക്കർ 1 സ്പീക്കർ 1ന്റെ സെഗ്മെന്റ് ആണ്. സ്പീക്കർ 1 സംസാരിക്കണതിന്റെ ഇടയിൽ സ്പീക്കർ 2 വന്നിട്ട് ഇടയിൽ ചിരിക്കുന്നുണ്ട്. അങ്ങനെ ചിരിക്കണ ഇതില് സ്പീക്കർ 2 ആണ് ചിരിക്കണേ. അപ്പൊ അവിടെ എന്താ ഇടണ്ടേ ടാഗ്? ലാഫിങ്ങിന് ടാഗ് നമുക്കുണ്ട്. ആ ടാഗാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്. പക്ഷെ സ്പീക്കർ 2 ആണെങ്കിലും അത് വോയിസ് അല്ല, ട്രാൻസ്ക്രൈബ് ചെയ്യാനുള്ള സംസാരമല്ല വരുന്നത്. സോ അത് ജസ്റ്റ് നമ്മൾ അവിടെ ടാഗ് ചെയ്താൽ മതി. നമുക്ക് ലാഫിങ്ങിന് ടാഗ് ഉണ്ടല്ലോ, ആ ടാഗ് അവിടെ ചെയ്താൽ മതി. ഏത് സ്പീക്കർ ആയാലും ജസ്റ്റ് ആ ലാഫിംഗ് ടാഗ് ഇട്ടാൽ മതി അല്ലേ? യെസ്, അത് ടാഗ് ചെയ്താൽ മതി. ഒരു കൺഫർമേഷന് വേണ്ടി വിക്ടർ സാറിനോട് നമുക്ക് ഒന്നുകൂടി ക്ലിയർ ചെയ്യാം. സാർ കൂടുതൽ ബാക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ. വേറെ സ്വാതി ജോയിൻ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പ്രൂഫ് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകല്ലേ? ഇല്ല, ഇപ്പം ഡൗട്ട് ഒന്നുമില്ല. ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? അതേപോലെ ചില സ്പീക്കേഴ്സ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ബ്രീത്തിങ് ഇതിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ്ലി വരികയാണെങ്കിൽ നമ്മൾ നോൺ സ്പീച്ച് ആ ഒരു ടാഗ് യൂസ് ചെയ്യണം. അതായത് നല്ല വോയിസിൽ നമുക്കത് ടാഗ് ചെയ്യേണ്ടത്ര രീതിയിലുള്ള വോയിസിലാണ് വരുന്നത്. ഇപ്പം ചിലർ നല്ല മൈക്ക് വായുടെ അടുത്ത് അല്ലെങ്കിൽ പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്കത് കേൾക്കാമെങ്കിൽ നമ്മൾ അതിനെ ടാഗ് ചെയ്യാം. ഇനി അല്ല, ചെറിയൊരു മൈന്യൂട്ടായ സൗണ്ടിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്കത് ലീവ് ചെയ്യാം. ഓക്കെ.
പിന്നെ ഈ വിക്ടർ സാർ റീജോയിൻ ചെയ്താൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് വിക്ടർ സാറിനോട് ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് ഞാൻ ഇൻഫോം ചെയ്തോളാം. സിറാജിനെ ഇൻഫോം ചെയ്തേക്കാം. ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? നമുക്കിപ്പോ റീവർക്കിന് വന്നിരിക്കുന്ന എല്ലാ ഫയൽസും റീവർക്കിന് വന്നതാണോ? അല്ല, എനിക്ക് തോന്നുന്നു ആ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ഇതൊരു പ്രിലിമിനറി സ്ക്രീനിങ് മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ അതിൽ ആ ടാഗ് ഇഷ്യൂ ആണ് പിന്നെ വന്നത്. അപ്പോൾ അതാണെന്ന് തോന്നുന്നു എനിക്ക് ഒരു പ്രശ്നമായിട്ട് അവർ പറഞ്ഞത്. വേറെ ഒന്നും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള QC ഒന്നും ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞില്ല. ആക്ച്വലി സാർ അത് ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ. ഇതിപ്പം ഇപ്പൊ നടക്കുന്ന ഒരു സെഷൻ എന്ന് പറയുന്നത് അവർ ജസ്റ്റ് ഈ ഒരു ടാഗുകൾ സെഗ്മെന്റേഷൻ മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ട്രാൻസ്ക്രിപ്ഷനിൽ എന്തെങ്കിലും എറേഴ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നെക്സ്റ്റ് ലെവലിലായിരിക്കും നമ്മളോട് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് പോകുന്ന ഫയൽസ് ഇപ്പം ഓൾറെഡി പോയത് ഓക്കെ, അതിനിപ്പോൾ റീവർക്ക് എങ്ങനെയാണെന്ന് അപ്ഡേഷൻ സാർ തന്നോളും. ബാക്കി ഇനി നമ്മുടെ സൈഡിൽ നിന്ന് പോകുന്ന ഫയൽസ് കംപ്ലീറ്റ് ക്ലിയർ ആയിരിക്കാൻ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധയാണ് ഉണ്ടാവേണ്ടത്. ഓക്കെ ഓക്കെ. അപ്പൊ QC ചെയ്യുമ്പോൾ നമ്മളത് കറക്റ്റ് നന്നായിട്ട് തന്നെ, കാരണം നമ്മുടെ കയ്യിലാണ് ലാസ്റ്റ് ഫയൽ ഉണ്ടാവുക, നമ്മളാണ് ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ QC പേഴ്സൺസ് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ ഫയൽ ചെയ്യുക. കുറച്ച് ടൈം എടുത്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഒരേ എറേഴ്സ്, അതായത് സെയിം പേഴ്സൺ ഒരേ എറേഴ്സ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഓക്കെ 50% ഒരു എറേഴ്സ് എന്നുള്ളത് നമുക്ക് അക്സെപ്റ്റബിൾ ആണ്, കാരണം ഫസ്റ്റ് ടൈമാണ് ഒരാൾ ചെയ്യുന്നത്. ദെൻ എഗെയിൻ ഇത് തന്നെ ആവർത്തിക്കുകയാണ്, ഒരു ഇമ്പ്രൂവ്മെന്റും ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് സിറാജ് സർ ആലോചിക്കുക. ദെൻ അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് ആളെ ആഡ് ചെയ്യൂ, അല്ലെങ്കിൽ അതനുസരിച്ച്, കാരണം നമുക്ക് വർക്ക് അല്ലെങ്കിൽ മൂവ് ആകില്ല. QC പേഴ്സൺസ് ഒരേ ഫയലിൽ ഫുൾ ഡേ വർക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഫയൽ മൂവ് ആകാതെ വരും. ഓക്കെ ഓക്കെ. അപ്പോൾ ശരി, എന്നാലും വേറെ ഒന്നും ആർക്കും ചോദിക്കാനില്ലെന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പിന്നെ എന്താണ് ഞാൻ മാമിൻ്റെ അടുത്ത് ചോദിച്ചോളാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ശരി എന്നാൽ. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, താങ്ക് യു. ബൈ. താങ്ക് യു.